ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ. ദേ നമ്മുടെ ഈ പന്തലിൽ നട്ടിരിക്കുന്ന പാവല കണ്ടോ? പാവല് ഈ പന്തലിൽ കയറ്റി വിട്ട് പാവയ്ക്ക ഉണ്ടായി തുടങ്ങിയിരിക്കുന്നതാണ്. നോക്കിക്കേ, ഇത് കണ്ടോ? ഇതുപോലെ പാവയ്ക്ക നമ്മൾ പറിച്ചു തുടങ്ങിയതാട്ടോ. നമുക്കൊരു 2 ആഴ്ചയായി നമ്മൾ ഇതിനകത്ത് നിന്ന് പാവയ്ക്ക പറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു പന്തലിൽ തന്നെ നമ്മൾ പലതാണ് കയറ്റി വിട്ടിരിക്കുന്നത്. കോവലുണ്ട്, അതുപോലെ തന്നെ പടവലം കയറ്റി വിട്ടിട്ടുണ്ട്, സാലക്കുക്കുമ്പർ കയറ്റി വിട്ടിട്ടുണ്ട്. പാവലാണ് ഈ സെൻറ്ററിലായിട്ട് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്ഥിര പന്തലാണ്. അതായത് നമ്മൾ 2 നല്ല കമ്പി കൊടുത്തിട്ട് നമ്മളൊരു പന്തൽ നെറ്റ് കൊടുത്ത് പന്തൽ കൊടുത്തിരിക്കുന്നതാണ്. പാവലിൻ്റെ നമ്മൾ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവിടെ നമ്മൾ വേറെ കൃഷി ചെയ്യും. അതുപോലെ തന്നെ അപ്പുറത്തേക്ക് മാറ്റി നമ്മൾ പാവൽ കൃഷി ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് തീരാൻ നോക്കി നിൽക്കില്ല, അടുത്ത് തന്നെ നമ്മൾ ഇപ്പം തന്നെ ചെയ്യുവാണ് ചെയ്യുന്നത്. പാവലിൻ്റെ വിത്ത് നമ്മൾ പാകി ഗ്ലാസ്സുകളിൽ പാകി പിടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറിച്ച് ഇതിനകത്തേക്ക് നടുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിസംബർ മാസത്തിലൊക്കെ പാവൽ കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിലുള്ള പാവയ്ക്ക, വിഷരഹിതമായ പാവയ്ക്ക നമുക്ക് കിട്ടും. ഇതിനൊരു കവർ ഇടാറില്ല. അപ്പോൾ എന്തെങ്കിലും കവർ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈച്ചയൊന്നും കൊത്തൂല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് പാവയ്ക്കയ്ക്ക് ഒരു കുഴപ്പവുമില്ലാതെ വളർന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് നമ്മുടെ സാലക്കുക്കുമ്പറൊക്കെ ഇതിനകത്ത് കൃഷി ചെയ്തേക്കണമെന്നുണ്ട്. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒരു 6 ദിവസം 7 ദിവസം കൂടുമ്പോൾ ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് ഏക ജൈവ കീടനാശിനിയായിട്ട് ഞാനിവിടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒത്തിരി കവറൊന്നും ഇട്ടില്ലെങ്കിൽ പോലും നമുക്കെല്ലാം തന്നെ ഇതുപോലെ നന്നായിട്ട് കിട്ടുന്നുണ്ട് പാവയ്ക്ക. നമ്മളിങ്ങനെ ഗ്ലാസ്സുകളകത്ത് പാകുവാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പാവലിൻ്റെ വിത്ത് ഇത് കണ്ടോ? ഇതുപോലുള്ള ഹൈബ്രിഡ് സീഡുകളാണ് നമ്മൾ പാകുന്നത്. ഇതിപ്പോൾ നാംദാരിയുടെ സീഡാണ്. നാംദാരിയുടെ സീഡ് നമ്മൾ പാകി പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ വളമൊക്കെ ഇട്ട് അടിവളമൊക്കെ ഇട്ടിടുക. അടിവളമൊക്കെ ഇട്ട് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിടുക. അതിന് 15 ദിവസം മുമ്പായിട്ട് കുമ്മായൊക്കെ ഇട്ടിട്ട് ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന മണ്ണാണ്. ഇനി അതിലേക്ക് നമ്മുടെ ഈ തൈ ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇവിടെ നിന്നൊരു വള്ളി കെട്ടി കൊടുക്കും. ഇത് കണ്ടോ? ഈ ഇതിനകത്തേക്ക് കയറ്റും. നമുക്ക് എന്നിട്ട് ഇതിനകത്തേക്ക് പടർന്ന് കയറി നമുക്ക് പാവയ്ക്ക ഉണ്ടായിക്കോളും. അപ്പം നമ്മുടെ ആദ്യമുള്ള പാവകൽ നോക്കിക്കേ, ഇതെവിടെയാണ്? ആ പാവൽ പോകുമ്പോഴേക്കും അടുത്ത പാവലിൻ്റെ തൈ കയറി വരും. പല പ്രാവശ്യമായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതപ്പം നമ്മുടെ വീട്ടാവശ്യത്തേക്കാണെങ്കിൽ പല സ്ഥലത്ത് പല സമയത്ത് അത് പോകുന്നു, നമ്മൾ തീരാറായി, അതിനകത്ത് വിളവെടുപ്പൊക്കെ തീരാറായി എന്ന് കാണുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങോട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം പോലും പച്ചക്കറി ഇല്ലാതിരിക്കില്ല. എല്ലാ ദിവസവും നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടണം. ആ ഒരു രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇതൊക്കെ മൂത്ത് കിടക്കുന്നതാണ്. ഇത് കണ്ടോ? അപ്പോൾ ഇന്നത്തെ കറിക്ക് ആവശ്യത്തിലുള്ള പാവയ്ക്ക ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കൃഷി ചെയ്യാൻ മടിക്കരുത്. ഈ ഡിസംബർ മാസത്തിൽ തന്നെ എല്ലാവരും പാവൽ കൃഷി ചെയ്യുക. ചെയ്യാത്തവരൊക്കെ ഈ ഡിസംബർ മാസത്തിൽ തന്നെ കൃഷി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.